നമസ്കാരം. കേരളത്തിൽ CPM ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ്. ആശയങ്ങളും അതേപോലെ ആമാശയവും തമ്മിലുള്ള പോരാട്ടം. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി CPMനെ ഉപയോഗിച്ചും ഗവൺമെൻറ്റിനെ ഉപയോഗിച്ചും അധികാര ദുർവിനിയോഗം നടത്തി പണമുണ്ടാക്കുന്ന തിരക്കിലാണ്, ആമാശയം ശരിയാക്കുന്ന തിരക്കിലാണ്. തൻ്റെ മകനും മകൾക്കും മരുമകനും മരുമക്കൾക്കുമെല്ലാം കുടുംബത്തിനുമെല്ലാം പണമുണ്ടാക്കുന്ന തിരക്കിലാണ് അദ്ദേഹം. സുഖലോലുഭമായ യാത്രയാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 12 ദിവസമായി വിദേശത്തായിരുന്നു. എവിടെ പോയി, എന്തിനു പോയി, എങ്ങനെ പോയി എന്ന് ആരും അറിയാൻ പാടില്ല. അതീവ രഹസ്യമായിട്ടാണ് ഇദ്ദേഹം യാത്ര ചെയ്തതും മടങ്ങിയെത്തിയതും. അദ്ദേഹത്തെക്കുറിച്ചുള്ള ധാരാളം അലിഗേഷൻസ് ദിവസേന എന്നോണം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ യാത്ര ചെയ്തത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ഇലക്ഷൻ നടക്കുമ്പോൾ ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ വീണ്ടും നിലനിൽപ്പിന് വേണ്ടി പോരാട്ടം നടത്തുമ്പോൾ അവിടെ ചെന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയിട്ട് എങ്കിലും പ്രചരണം നടത്തേണ്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അതെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് വിദേശത്തേക്ക് 12 ദിവസം പോകണമെങ്കിൽ അത്രയും നിഗൂഢമായ രഹസ്യങ്ങൾ അടങ്ങിയ ഒരു യാത്രയായിരിക്കും അതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം തന്നെ ഇതുവരെ രഹസ്യം പുറത്തുവിട്ടില്ല. പത്രക്കാരോട് ഒരു മുഖ്യമന്ത്രി വന്നാൽ പറയേണ്ടത് എന്താ, ഞാൻ ഇന്ന കാര്യത്തിന് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പോയി എന്നാണ് പറയേണ്ടത്. എന്നാൽ അങ്ങനെ ഒരു അക്ഷരം മിണ്ടാതെ വാഹനത്തിൽ കയറി സ്ഥലം വിടുന്ന ഒരു രംഗമാണ് കണ്ടത്. ഇന്നിപ്പോൾ ആകപ്പാട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന വന്നത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. കേരളത്തിൽ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ള കാര്യമാണ്. എന്നാൽ അതീവ ജാഗ്രത പുലർത്തേണ്ടത് ഈ മാഫിയ തലവനെക്കുറിച്ച് തന്നെയാണ്. ഇപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയ തലവനാണ് പിണറായി വിജയൻ. അദ്ദേഹം നടത്തിയിട്ടുള്ള മാഫിയ തലവൻ എന്നുള്ള രൂപം നടത്തിയിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പായിരുന്നു സ്വർണ്ണക്കളക്കടത്തും ഡോളർ കടത്തും. അത് പിടിക്കപ്പെട്ടിട്ടും അദ്ദേഹത്തിനെ രക്ഷിക്കാൻ മുരളീധരനും സുരേന്ദ്രനും അവസാനം അമിത്ഷായും നരേന്ദ്രമോദിയും എല്ലാം ഉണ്ടായി. ഇപ്പോഴും അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തുന്നത് അവർ തന്നെയാണ്. ഇവിടെ കേരളത്തിലെ പാർട്ടിയുടെ നയങ്ങളും നയവ്യതിയാനങ്ങളും എല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ, പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി പോരാടേണ്ട ഒരു കാലഘട്ടത്തിൽ പാർട്ടിയെ മുച്ചൂടും നശിപ്പിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ്റെ പോക്ക്. ക്രൈം ആദ്യമായി ലാവ്ലിംഗ് കേസ് കൊണ്ടുവന്നപ്പോൾ പലരും വിശ്വസിച്ചിരുന്നില്ല. പിന്നീട് അത് സത്യസന്ധമാണെന്ന് ലാവ്ലിംഗ് കേസിൽ പിണറായി വിജയൻ പ്രതിയായപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അതിനെയെല്ലാം തരണം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 2006 മുഖ്യമന്ത്രിയാകേണ്ട പിണറായി വിജയന് ലാവ്ലിംഗ് കേസാണ് വിനയായി തീർന്നത്. അന്ന് VS അച്യുതാനന്ദന് മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞതും ലാവ്ലിംഗ് കേസാണ്. ക്രൈം അന്ന് ലാവ്ലിംഗ് കേസിന് വേണ്ടി CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ പിണറായി വിജയനായിരുന്നു 2006 മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് 10 വർഷം കാത്തു നിൽക്കേണ്ടി വന്നു. 10 വർഷത്തിന് ശേഷം മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ ആദ്യത്തെ 5 വർഷം വലിയ കുഴപ്പമില്ലാത്ത രൂപത്തിൽ പോയെങ്കിലും 2020 ആയതോടുകൂടി അദ്ദേഹം തൻ്റെ തനി സ്വരൂപം കാണിച്ചു തുടങ്ങി. എല്ലാ മേഖലകളിലും അഴിമതി, സ്പ്രിംഗ്ലർ വിവാദം, മരം വെട്ടൽ, മണൽ കടത്തൽ, കടൽ കൊള്ള, ഇനി അങ്ങോട്ട് ബാക്കിയില്ല. അതിലെല്ലാം തന്നെ നമ്മളെ രമേശ് ചെന്നിത്തല നടത്തിയ പോരാട്ടങ്ങൾ നമുക്കറിയാം. ആ കാലഘട്ടം കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം കോവിഡ് കാലഘട്ടത്തിലേക്ക് കടന്നപ്പോൾ അതിനെ വെച്ച് മുതലെടുക്കാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും ഇനി അങ്ങോട്ടും ഇല്ല. എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തത്? അവസാനം മാസപ്പടി വിവാദം, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സമ്പത്തായ കരിമണൽ വിറ്റ് കാശുണ്ടാക്കി കോടാനുകോടി രൂപയുണ്ടാക്കി. നമുക്കറിയാം. ഇപ്പോൾ അദ്ദേഹം വന്നിരിക്കുന്നത് എന്തിനാണ്? അദ്ദേഹം വന്നിരിക്കുന്ന യോഹന്നാൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ 10,000 കോടി രൂപ കമ്മീഷനായും അല്ലാതെയും യോഹന്നാൻ്റെ കൈവശമുണ്ട്. അതെല്ലാം അമേരിക്കയിൽ പോയപ്പോൾ സുഖമായി ബിനാമി ഇടപാടുമായി പലരെ കൈവശമായി വെച്ചിരിക്കുകയാണ്. അതിപ്പോൾ കൃത്യമായി നടത്തി തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഇനി ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ അധികാരം കയ്യിലുള്ളപ്പോഴേ പിണറായി വിജയൻ ഇതൊക്കെ നിലനിർത്താൻ പറ്റുകയുള്ളൂ. മുഖ്യമന്ത്രിയായി ഇനി എത്ര കാലം ഉണ്ടാകുമെന്ന് പിണറായി വിജയന് പോലും അറിയില്ല. ആ സന്ദർഭത്തിലാണ് പിണറായി വിജയൻ ഇപ്പോൾ തിരിച്ച് ഓടിയെത്തിയിരിക്കുന്നത്. ഇവിടെ കേരളത്തിലെ CPMൻ്റെ നയങ്ങൾക്കെതിരെയാണ് പിണറായി വിജയൻ ഇത്തരത്തിലുള്ള അധോലോക മാഫിയ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് ഓരോ കുട്ടിക്കും അറിയാം. കേരളത്തിലെ പിണറായി വിജയന് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയിട്ടും ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും മാത്രം സമ്പാദ്യം ഉണ്ടാക്കുന്നു, കോടാനുകോടി ഉണ്ടാക്കുന്നു എന്ന് ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമായി ബോധ്യമാണ്. ഈ ഇലക്ഷനിൽ തന്നെ CPMൻ്റെ നല്ലവരായ അണികളാണ് വോട്ട് ചെയ്യാൻ പോവാതെ വന്നത്. അല്ലെങ്കിൽ ഒരു ഭാഗം ആളുകൾ UDFന് വോട്ട് ചെയ്തത്. ആ വോട്ട് ചെയ്യാൻ കാരണം BJPയുമായി അവിഹിത ബന്ധം ഉണ്ടാവുകയും അവിഹിത ബന്ധത്തിലൂടെ BJP സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കരാറിൽ ഏർപ്പെടുകയും ചെയ്തു. കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതേപോലെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതേപോലെ മാസപ്പടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതിലെല്ലാം തന്നെ മകൾ ഒന്നാം പ്രതിയായി വരുമെന്ന് കൃത്യമായ അറിവുള്ള പിണറായി വിജയൻ മകളെ രക്ഷിക്കാൻ വേണ്ടി ഏത് വിട്ടുവീഴ്ച
വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായി. തിരുവനന്തപുരത്തും ആറ്റിങ്ങലും അതേപോലെ തൃശ്ശൂരിലും പത്തനംതിട്ടയിലും എല്ലാം തന്നെ വോട്ട് മറച്ചു കൊടുത്തു എന്നുള്ള കാര്യമാണ് പുറത്തു വന്നത്. ഇങ്ങനെ വോട്ട് മറച്ചു കൊടുത്തതുകൊണ്ട് BJP വിജയിക്കുമോ ഇല്ലയോ ഒക്കെ എന്നതൊക്കെ നമുക്ക് ജൂൺ 4 ശേഷമേ അറിയുള്ളൂ. എന്നാൽ ഇപ്പോൾ പിണറായി വിജയൻ്റെ വിദേശയാത്ര പാർട്ടിക്കുള്ളിൽ എല്ലാ സ്ഥലത്തും ചർച്ചാ വിഷയമാണ്. നമുക്കറിയാം, രാമങ്കരി പഞ്ചായത്ത് പ്രസിഡന്റായ രാജേന്ദ്രനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ 4 അംഗങ്ങളും കോൺഗ്രസ് അംഗങ്ങളുമാണ്. CPM-നുള്ളിൽ വലിയ തോതിലുള്ള പൊട്ടിത്തെറിയും ആശയ സംഘടനയുമാണ് നടക്കുന്നത്. ഇത്തരത്തിലുള്ള അധോലോക മാഫിയ കിങ്ങുകൾ കേരളത്തിലെ CPM-നെ ഭരിക്കുമ്പോൾ എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോവുക? മുമ്പ് പിണറായി വിജയന് ഒരു ഘട്ടത്തിൽ നല്ല പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പിണറായി വിജയനെ കാണുന്നത് കേരളത്തിൽ CPM-നെ നശിപ്പിക്കാനിറങ്ങിയ അന്തകനായിട്ടാണ്. CPM-ന്റെ സാധാരണ അണികൾ പോലും അത് വിളിച്ചു പറയുകയാണ്. ഈ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ക്രൈം നടത്തിയതും മറ്റു ചാനലുകളും നടത്തിയുമായ സർവേകളുണ്ട്, ജനങ്ങളുടെ ഒപ്പീനിയനുണ്ട്. അവിടെയെല്ലാം പിണറായി വിജയനെ പച്ചത്തെറി പറയുന്ന ഒരു കാര്യമാണ് ജനങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അത്രയും ജനങ്ങൾ ഈ പിണറായി സർക്കാരിനെതിരായിരുന്നു, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി അണികൾ ഈ പിണറായി സർക്കാരിനെതിരായിരുന്നു എന്നുള്ളതാണ് സത്യം. ഈ ഇലക്ഷനിൽ UDF വിജയിക്കുന്ന അടിസ്ഥാനപരമായ കാര്യം, ഈ ഇലക്ഷനിൽ മാർക്സിസ്റ്റ് പാർട്ടിയിലെ അണികൾ ഇത്രയും വെറുപ്പോട് കൂടിയിട്ട് ഗവൺമെൻറ്റിനെ കാണുന്നു എന്നത് തന്നെയാണ്. അത്രയ്ക്കും വെറുത്തിരിക്കുന്നു ഈ പിണറായി വിജയൻ്റെ ഈ ഇത്തരത്തിലുള്ള പച്ചയ്ക്ക് തുറന്നുകൊണ്ട് എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള ഇത്തരം തട്ടിപ്പുകൾ. മുമ്പൊക്കെ ആരും അറിയാതെയാണ് പിണറായി വിജയൻ തട്ടിപ്പ് നടത്തുന്നതെങ്കിൽ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് തട്ടിപ്പ് നടത്തുന്നത്. തനിക്ക് എങ്ങനെ തട്ടിപ്പ് നടത്തിയാലും ഒരു പ്രശ്നമല്ല എന്നുള്ള നിലയിലേക്ക് പിണറായി വിജയൻ വളർന്നിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ പാർട്ടിയെ രക്ഷിക്കാനായി പാർട്ടിക്കുള്ളിൽ വലിയ തോതിലുള്ള പോരാട്ടം നടക്കുന്നു എന്നുള്ളതാണ് സത്യം. സത്യസന്ധരായ എല്ലാ നേതാക്കന്മാരും അസംതൃപ്തരാണ്. ഇനി ഇപ്പോഴെങ്കിലും ഇളകിയിട്ടില്ലെങ്കിൽ, പിണറായി വിജയനെ ഒതുക്കിയിട്ടില്ലെങ്കിൽ, പിണറായി വിജയനെതിരെ നീങ്ങിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടി ഇല്ലാതായി തീരും. പാർട്ടി നാമാവശേഷമായി തീരും. എങ്ങനെയാണോ ബംഗാളിലും എങ്ങനെയാണോ ത്രിപുരയിലും ഇല്ലാതായത്, അതിനേക്കാൾ വലിയ ഭീകരമായ രൂപത്തിലായിരിക്കും രാമങ്കരി പഞ്ചായത്തിൽ നഷ്ടപ്പെട്ട പോലെ കേരളത്തിലുടനീളം CPM-ന് തകരാൻ പോകുന്നു. അത്രയും ആഭ്യന്തര കലഹം, ആഭ്യന്തര യുദ്ധം CPM-നുള്ളിൽ നടക്കുകയാണ്. അണികളും നേതാക്കന്മാരുമാണ്. അണികളും നേതാക്കന്മാരും എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ്റെ ഒരു ഗുണ്ടാ മാഫിയ സംഘം തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ പൂർണ്ണമായി കൈയടക്കി വെച്ചിരിക്കുന്നത്. അവർ കേരളത്തിലെ എല്ലാ സ്ഥലത്തും എല്ലാ ഇടപാടുകളും നടത്തുന്നു, പോലീസ് സ്റ്റേഷനിൽ ഭരിക്കുന്നു. ആർക്കെതിരെ എങ്ങനെ കേസെടുക്കണമെന്ന് നിശ്ചയിക്കുന്ന പോലും ഈ നേതാക്കന്മാരാണ്. അവർക്ക് കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ P. ശശി എന്ന് പറയുന്ന അധോലോക മാഫിയ തലവൻ കാത്തിരിക്കുന്നുണ്ട്. അദ്ദേഹം നിയന്ത്രിക്കുന്നു. അങ്ങനെ പാർട്ടിയെ കൈയടക്കി വെച്ചിരിക്കുന്ന അധോലോക മാഫിയ സംഘത്തെ പൂർണ്ണമായി അടിച്ചോടിക്കാൻ വേണ്ടിയിട്ട് അണികൾ ഇപ്പോൾ സജ്ജരായിക്കൊണ്ടിരിക്കുന്നു. ഈ പാർട്ടിയെ രക്ഷിക്കണം. ഇന്നിപ്പോൾ EK നായരുടെ ചരമദിനമാണ്, സ്മരണ ദിനമാണ്. ആ ദിനത്തിൽ തന്നെ പല മേഖലകളിലും പിണറായി വിജയനെതിരെയുള്ള ആഹ്വാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. അത് വലിയ പൊട്ടിത്തെറിയിലേക്കും ആഭ്യന്തര കലഹത്തിലേക്കും എത്തിപ്പെടുമെന്നുള്ള കാര്യം സംശയമില്ല. അധികാരത്തിൻ്റെ ഗർവ് കാണിച്ചുകൊണ്ട് പോലീസിനെ ദുരുപയോഗം ചെയ്ത് അതിൻ്റെ നടുവിലാണ് പിണറായി വിജയൻ്റെ യാത്ര. അതുകൊണ്ടൊന്നും ഒരു ഏകാധിപതി രക്ഷപ്പെടുകയില്ല. ഒരു ഘട്ടം വരുമ്പോൾ ജനങ്ങളിളകും, സാധാരണ ഈ CPM അണികൾ ഇളകും. അവർ തന്നെ പിണറായി വിജയനെ അടിച്ചോടിക്കുന്ന ഒരു ഘട്ടം വരും. ആ ഘട്ടത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഭാഗം തന്നെയാണ് രാമങ്കരി പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിനടക്കം CPM മെമ്പർമാർ തന്നെ പിടിച്ചു പുറത്താക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങിയത് എന്ന് ഒരു കാര്യത്തിൽ സംശയമില്ല. അവിടെ പാർട്ടിയിലെ സമൂലമായി അണികൾ ഈ CPA-ലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കുട്ടനാട്ടിൽ CPM തകർന്ന് തരിപ്പണമായി പൂർണ്ണമായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. സുധാകരനെ പോലുള്ള നല്ലവരായ നേതാക്കന്മാർ അതിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറായി വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ പാർട്ടിയിലെ അണികൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഈ പാർട്ടിയുടെ ദുരന്തം ഞാൻ നേരത്തെ പ്രവചിച്ചതാണ് 2005-ൽ. അന്ന് ലാവ്ലിൻ കേസ് കൊണ്ടുവന്നു. അതുപോലെ ഇവർ നടത്തുന്ന തട്ടിപ്പുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്ന അധോലോക മാഫിയ ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ലെങ്കിൽ പാർട്ടി പൂർണ്ണമായും ഇല്ലാതാകുമെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല, ഒരു ഘട്ടം വരുമ്പോൾ പാർട്ടിയിലെ അണികൾ തന്നെ ഈ നേതാവിനെ കല്ലെറിയുമെന്നും ഞാൻ പറഞ്ഞിരുന്നു. അതിലേക്കുള്ളൊരു ഘട്ടം വന്നു ചേർന്നിരിക്കുന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയ സഖാക്കളെ. നന്ദി, നമസ്കാരം.